മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് 70% പിന്നിട്ടു. രാവിലെ മുതൽ കനത്ത പോളിംഗാണ് എല്ലാ ബൂത്തിലും രേഖപ്പെടുത്തിയത്. മണ്ഡലത്തിലെ ഒരു ബൂത്തിലും മെഷീൻ തകരാറോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കനത്ത പോളിംഗാണ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണപ്പെട്ടത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ഒരു ബൂത്തിലും അനിഷ്ട സംഭവങ്ങളോ മെഷീൻ തകരാറോ റിപ്പോർട്ട് ചെയ്തില്ല. 203 ബൂത്തുകളാണ് മണ്ഡലത്തിലുണ്ടായിരുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ എല്ലാ ബൂത്തുകളിലും വോട്ടെടുപ്പ് ആരംഭിച്ചു. മൂവാറ്റുപുഴ ഇലാഹിയ പബ്ലിക് സ്കൂളിൽ അരമണിക്കൂർ വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. വലിയ സുരക്ഷാ സന്നാഹമാണ് മണ്ഡലത്തിലുടനീളം പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. മാത്യു കുഴൽനാടൻ MLA ആയങ്കരയിലെ 106 നമ്പർ ബൂത്തിലും N. അരുൺ തൃക്കളത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ 5 നമ്പർ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴെ കോതമംഗലം ചേലാട് ബെസാനിയ സ്കൂളിലാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഡീൻ കുര്യാക്കോസ് MP കുളപ്പുറം 109 നമ്പർ ബൂത്തിലും ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴ ടൗൺ UP സ്കൂളിലും മുൻ MLAമാരായ എൽദോ എബ്രഹാമും ബാബു പോളും തൃക്കളത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. കനത്ത ചൂടിനെ അവഗണിച്ചും വലിയ പങ്കാളിത്തമാണ് തങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്താനായി എല്ലാ പൗരന്മാരും വിനിയോഗിച്ചത്. കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയതോടെ 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലുമാണ്.